റൂമിലിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആരോ വാതിലിൽ മുട്ടി. ചെന്ന് വാതിൽ തുറന്നു. 2 കുട്ടികൾ എന്നെ കാണാൻ വേണ്ടി വന്നതാണ്. അവരുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വരവ്. സംസാരത്തിനിടയിൽ ഒരുത്തൻ എൻ്റെ റൂമിലെ മേശപ്പുറത്ത് നിരനിരയായി വെച്ചിരിക്കുന്ന അത്തറുകൾ നോക്കി വല്ലാത്ത ആഗ്രഹവും ആശ്ചര്യവും പ്രകടിപ്പിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നു. ആരെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊണ്ടുവന്ന് തരുമ്പോൾ അതിൽ ചിലപ്പോൾ അത്തറുണ്ടാകും. കിട്ടുന്ന അത്തറുകളൊക്കെ ഞാൻ മേശപ്പുറത്ത് അങ്ങനെ വെക്കും. അതിന് ഞാൻ ഉപയോഗിക്കും. കാണാൻ വരുന്നവരും ചിലപ്പോഴൊക്കെ അതെടുത്ത് ഉപയോഗിക്കും. നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ വരുന്ന കുട്ടികൾക്ക് സമ്മാനമായിട്ടും ഞാൻ അതിന് കൊടുക്കും. ആ കൂട്ടത്തിൽ ഇവനക്കും പലപ്പോഴും എന്നിൽ നിന്ന് അത്തറുകൾ കിട്ടിയിട്ടുണ്ട്. എപ്പോഴും അവനക്കതൊരു വല്ലാത്ത ആശ്ചര്യമാണ്, ഭയങ്കര ഒരു ആഗ്രഹമാണ്. ഈ വരവിനും അവൻ അതങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ പിതാവ് ഗൾഫിലാണ്. ഞാൻ അവനോട് ചോദിച്ചു, നിന്റെ ഉപ്പ ഗൾഫിൽ നിന്ന് വരുമ്പോൾ അത്തർ കൊണ്ടുവരാറില്ലേ, നിനക്ക് നൽകാറില്ലേ? അവൻ പറഞ്ഞു, ഉപ്പ കൊണ്ടുവരും, വലിയ ബോട്ടിലൊക്കെ ഒരുപാട് അത്തർ കൊണ്ടുവരും, പക്ഷേ എനിക്കൊന്നും തരാറില്ല. അത് ഉപ്പപ്പാക്കും ഉമ്മമ്മാക്കൊക്കെ കൊടുക്കും, മറ്റുള്ളവർക്കൊക്കെ വാപ്പയുടെ കൂട്ടുകാരന്മാർക്കൊക്കെ കൊടുക്കും. ഇങ്ങനെ തുടങ്ങി വാപ്പയുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ വാപ്പ അത്തർ കൊടുക്കുന്നു, എനിക്ക് കിട്ടാറില്ല എന്ന രൂപത്തിൽ വേദനിക്കുന്ന ചില വിഷമകരമായ വർത്തമാനങ്ങൾ. ഇവൻ്റെ ഉപ്പ ഇവൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ ശ്രദ്ധിക്കുകയും അവകളൊക്കെ പൂർത്തിയാക്കി കൊടുക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. അതവൻ്റെ മറ്റു പല വിഷയങ്ങളുടെ സംസാരത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ അവൻ്റെ ഉപ്പയുമായിട്ട് കോണ്ടാക്ട് ചെയ്തു. അവൻ്റെ ഉപ്പയോട് വിഷയം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ അത്തർ കൊണ്ടുവരാറുണ്ട്, അത് ഞങ്ങളുടെ വീട്ടിലെ ഓപ്പൺ ഷോക്കേസിൽ വെച്ചിരിക്കുകയാണ്, അതിന് ലോക്കൊന്നുമില്ല, ആവശ്യക്കാർക്ക് എടുക്കാം, ഉപയോഗിക്കാം. ഉപ്പയും ഉമ്മയും ഒക്കെയാണ് അത് കൈകാര്യം ചെയ്യാറ്. അങ്ങനെ ഓപ്പണായി കിടക്കുന്നത് കൊണ്ട് ആർക്കും ഉപയോഗിക്കാം എന്നതുകൊണ്ട് പ്രത്യേകം ആരോടും എടുത്തുകൊടുത്ത് അവകാശം കൊടുക്കാറില്ല, പറയാറില്ല. അപ്പോഴാണ് ഞാൻ ഇവൻ്റെ ഈ ഒരു പ്രയോഗവും ഇവൻ്റെ മനസ്സിലെ കൊച്ചു ആഗ്രഹങ്ങളും അദ്ദേഹത്തോട് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഒരു ആഗ്രഹം അവനിക്കുണ്ട് എന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വെക്കുന്നത് കൊണ്ട് അവനക്കും അവകാശപ്പെട്ടതാണല്ലോ അത് എന്ന ചിന്തയിലായിരുന്നു ഞാൻ. അടുത്ത വരവിനെ ഞാൻ അത് ശ്രദ്ധിച്ചോളാം, ഉസ്താദ് അത് ഓർമ്മപ്പെടുത്തിയതിൽ വലിയ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം വലിയ സന്തോഷത്തിൻ്റെ വർത്തമാനങ്ങളും പറഞ്ഞു. ഇതുപോലെയാണ് നമ്മുടെ ചുറ്റുപാടുകൾ. നമ്മൾ വീട്ടിലേക്ക് സാധനങ്ങൾ കൊണ്ടു ചെല്ലും. ചിലപ്പോൾ നമ്മൾ അത് പലവർക്കും വിതരണം ചെയ്യും. ഇതെല്ലാവർക്കും വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്, അപ്പം എല്ലാവർക്കും ഉപയോഗിക്കാമെന്ന ചിന്തയിൽ ചിലപ്പോൾ നമ്മൾ അതങ്ങനെ പൊതുവായ ഇടത്ത് വെക്കുകയും ചെയ്യും. പക്ഷേ നമ്മുടെ ചുറ്റുപാടുകളിൽ, നമ്മുടെ മക്കളിൽ, ഭാര്യമാരിൽ, ഉമ്മമാരിൽ, ഉപ്പമാരിൽ, എനിക്കെൻ്റെ മകൻ, എനിക്കെൻ്റെ ഭർത്താവ്, എനിക്കെൻ്റെ ഉപ്പ അത് തന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന മനസ്സുകളുണ്ടാകും. അവകളെ പരിഗണിക്കാൻ നമുക്ക് പറ്റണം. ഇത് നിനക്കുള്ളതാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു കൊടുതിയിൽ അവർക്കുണ്ടാകുന്ന വലിയ സന്തോഷങ്ങൾ, ആ സന്തോഷങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയണം. നമ്മുടെ ജീവിത ചുറ്റുപാടുകളിൽ ചിലപ്പോൾ നമുക്കതിന് സാധിച്ചോളണമെന്നില്ല. എന്നിരുന്നാലും കൂടുതലായിട്ട് ആ വിഷയങ്ങൾ ശ്രദ്ധിക്കാനും നമ്മെ ആഗ്രഹിക്കുന്നവർക്ക് പരിഗണനകൾ കൊടുക്കാനും നമുക്ക് സാധിക്കണം. അപ്പോഴാണ് ജീവിതത്തിൽ വലിയ സന്തോഷങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോഴാണ് ആ ജീവിതങ്ങൾ പൂത്തുലയുന്നത്. സന്തോഷമുള്ള കുടുംബജീവിതങ്ങളെ കൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ.